മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. യമുനാ നദിയുടെ തീരത്തെത്തിയ പാണ്ഡവർ ശ്രീകൃഷ്ണ ഭഗവാൻ തപസ് ചെയ്ത സ്ഥലത്ത് മാന്ധാതാവും യാഗം ചെയ്തിരുന്നു എന്ന് അറിഞ്ഞു. യുധിഷ്ഠിരൻ ചോദിച്ചു മാന്ധാതാവിനെ കുറിച്ച്. മാന്ധാതാവിൻ്റെ ജന്മകഥ നമുക്ക് അറിയാം. ലോമേശ മഹർഷിയോട് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, ആരാണ് മാന്ധാതാവ്? അപ്പോൾ ലോമേശ മഹർഷി ഇങ്ങനെ പറഞ്ഞു, ഇക്ഷ്വാകു രാജവംശത്തിൽ യുവനാശ്വൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിന് പിറന്ന പുത്രനാണ് മാന്ധാതാവ്. യുവനാശ്വ രാജാവ് 1000 അശ്വമേധയാഗങ്ങൾ നടത്തി, അനേകം യജ്ഞങ്ങളും നടത്തി, ദക്ഷിണകൾ നൽകി. കുറെ കാലം കഴിഞ്ഞ് ഭരണഭാരമെല്ലാം ഏൽപ്പിച്ച് വനവാസത്തിനായി അദ്ദേഹം പുറപ്പെട്ടു. തുടർന്ന് ഭൃഗുമഹർഷിയുടെ ആശ്രമത്തിലെത്തുകയും ഭൃഗുമഹർഷിയുടെ പുത്രൻ യുവനാശ്വ രാജാവിനെ കൊണ്ട് പുത്രകാമേഷ്ടി യാഗം നടത്തിക്കുകയും ചെയ്തു. അതിനുവേണ്ടി കുറെ കുടങ്ങൾ രാത്രിയിൽ ആശ്രമത്തിൽ കരുതി വയ്ക്കുകയും ചെയ്തു. രാജ്യഭാരമെല്ലാം മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ടാണ് യുവനാശ്വ രാജാവ് ഭൃഗുമഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയത്. ഒരു പുത്രനെ തരാമെന്ന് ഭൃഗു മഹർഷിയുടെ പുത്രൻ പറഞ്ഞതിന് പ്രകാരം പുത്രകാമേഷ്ടി യാഗം നടക്കാൻ പോവുകയാണ്. രാജാവിന് ഉപവാസം അനുഷ്ഠിക്കണം. ഉപവാസം അനുഷ്ഠിച്ച രാജാവിന് കലശലായ ദാഹം അനുഭവപ്പെട്ടു. രാത്രിയാണ്, എല്ലാവരും തളർന്നുറങ്ങുകയാണ്. രാജാവ് ജലം ആവശ്യപ്പെട്ടപ്പോൾ കാവൽക്കാരായ ആളുകൾ പ്രതികരിച്ചില്ല. ഉറക്കം വന്ന് അവർ തളർന്നുപോയിരുന്നു. രാജാവ് ജപിച്ചു വെച്ചിട്ടുള്ള ജലമെടുത്ത് കുടിച്ചു. തുടർന്ന് രാജാവ് പുത്രനെ തൻ്റെ വയറ്റിൽ ഗർഭം ധരിക്കുകയും ചെയ്തു. മന്ത്രശക്തിയേറിയ ജലം കുടിച്ചതുകൊണ്ട് അങ്ങ് പുത്രനെ ഗർഭത്തിൽ ചുമക്കണം. പ്രസവിക്കുക മാത്രമേ ഇനി മുന്നിൽ വഴിയുള്ളൂ. മഹർഷിയുടെ പുത്രൻ പറഞ്ഞു. ഇന്ദ്രനോട് ദാസന്മാർ ചോദിച്ചു, ഈ കുട്ടി എന്തു കുടിക്കും? കിം ദാസ്യതി എന്തു കുടിക്കും? അപ്പോൾ ഇന്ദ്രൻ തന്റെ ചൂണ്ടുവിരൽ കുഞ്ഞിന്റെ വായിൽ ചേർത്തിട്ട് പറഞ്ഞു, എന്റെ വിരൽ കുടിക്കും. മാം ദാദാ. ഇത് കേട്ട ദേവന്മാർ ആ കുഞ്ഞിന് മാന്ധാതാവ് എന്ന് പേരിട്ടു. എല്ലാം അഭ്യസിച്ച ആ കുമാരനെ ഇന്ദ്രൻ തന്നെ അവസാനം രാജസിംഹാസനത്തിൽ ഇരുത്തി അഭിഷേകം ചെയ്യുകയും ചെയ്തു. യുധിഷ്ഠിരൻ അവിടെ തപസ്സു ചെയ്തു. അതിന്റെ ഫലമായി അർജുനൻ വെള്ളക്കുതിരപ്പുറത്ത് ഇന്ദ്രലോകത്തിരിക്കുന്നത് കാണുകയും ചെയ്തു. തുടർന്ന് കുരുക്ഷേത്ര ഭൂമിയെ യുധിഷ്ഠിരനെ കാണിച്ചു കൊടുക്കുകയാണ് ലോമേശൻ. തുടർന്ന് അവർ ഉജ്ജാനക തീർത്ഥത്തിലെത്തി. അവിടെ കുശവാൻ എന്ന തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന കുശേശയം എന്ന താമരയെ കണ്ടു. ഭൃഗുതുംഗം എന്ന പർവ്വതം കണ്ടു. വിദസ്ത നദിയെ കണ്ടു. യമുനയുടെ സമീപത്തു നിന്ന് വരുന്ന ഉപജല എന്നീ നദികൾ കണ്ടു. ഇവയുടെ തീരത്ത് യജ്ഞം നടത്തിയ ഉശീനര രാജാവ് ഇന്ദ്രനേക്കാൾ മഹത്വം നേടിയ കഥയാണ് യുധിഷ്ഠിരൻ ലോമേശ മഹർഷിയുടെ അടുത്തു നിന്നും ഇനി ശ്രവിക്കാൻ പോകുന്നത്. പ്രശസ്തനായ ഒരു രാജാവായിരുന്നു ഉശീനരൻ. ഉശീനരനെ പരീക്ഷിക്കാനായി ഒരു ദിവസം ഇന്ദ്രനും അഗ്നിയും കൂടെ വന്നു. ഇന്ദ്രൻ ഒരു പരുന്തായും അഗ്നി ഒരു പ്രാവായുമാണ് വന്നത്. പരുന്തിനെ പേടിച്ച പ്രാവ് ഉശീനര രാജാവിന്റെ തുടയിൽ വന്ന് ഇരുന്നു. എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. പരുന്ത് പിന്നാലെ പറന്നു എന്ന് പറഞ്ഞു, ഇതെന്റെ ഇരയാണ്, ഇതിനെ എനിക്ക് തരിക. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്നെ അഭയം പ്രാപിച്ചു വന്ന ഈ ഒരു പക്ഷിയെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. അതിന് പകരമായി എന്റെ തുടയിൽ നിന്നും നിനക്ക് വേണ്ട മാംസം ഞാൻ മുറിച്ചു തരാം. ശരി. ഒരു ത്രാസ് എടുത്ത് ഒരു ഭാഗത്ത് പ്രാവിനെ ഇരുത്തി, ഒരു ഭാഗത്ത് തുടയിലെ മാംസവും വെച്ചു. എത്ര തന്നെ തൂക്കിയിട്ടും പ്രാവിനൊപ്പം തൂക്കം വരുന്നില്ല മാംസത്തിന്. രാജാവ് അങ്ങനെ ഓരോ ഭാഗമായി മുറിച്ചു വെച്ചു. എന്നിട്ട് പ്രാവിന്റെ ഒപ്പം എത്തിക്കാൻ നോക്കി. പക്ഷേ പറ്റുന്നില്ല. അവസാനം രാജാവ് തന്നെ കയറിയിരുന്നു. എന്നെ തന്നെ നീ ഭക്ഷിച്ചുകൊള്ളൂ, പരുന്തിനോട് ഉശീനര രാജാവ് ആവശ്യപ്പെട്ടു. ഈ രാജാവിന്റെ ധർമ്മനിഷ്ഠയിൽ സംപ്രീതനായ ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ ഇന്ദ്രനാണ്,
ഞാൻ കേവലം ഒരു പരുന്തല്ല, ഇത് അഗ്നിയാണ്. പ്രാവായി വന്നത് അഗ്നിയാണ്. അങ്ങയുടെ ഈ ഒരു പ്രവൃത്തി ലോകമെങ്ങും വാഴ്ത്തപ്പെടും. അങ്ങയ്ക്ക് സ്വർഗീയ സുഖങ്ങൾ ലഭിക്കും. അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. അങ്ങനെ ഇന്ദ്രനും അഗ്നിയും അവിടുന്ന് മറഞ്ഞു. യുധിഷ്ഠിരനോട് ലോമേശൻ പറയുകയാണ്, ഇതാണ് ഉശീനരന്റെ ആശ്രമം. ലോമേശനൊപ്പം പാണ്ഡവരുടെ യാത്ര തുടരുകയാണ്. അടുത്ത ഭാഗത്ത് അഷ്ടാവക്രന്റെ കഥയുമായി കാണാം. മഹാഭാരത കഥകൾ പറയുന്നതും കേൾക്കുന്നതും പുണ്യമത്രേ. മഹാഭാരത കഥകളുടെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.